കോഴിക്കോട് കൂരാച്ചുണ്ട് തോണിക്കടവ് ഹാർട്ട് ഐലൻഡിൽ തീപിടുത്തം. രാത്രി 9:15 നാട്ടുകാർ തീ കണ്ടത്. ഇന്നലെ കക്കയത്തിറങ്ങിയ കാട്ടുപോത്തിനെ ഓടിച്ചു കയറ്റിയത് ഈ സ്ഥലത്തേക്കാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട് കൂരാച്ചുണ്ടിൽ നിന്ന്. ഷംസീർ, നിലവിൽ അവിടെ തീപിടുത്തം ഉണ്ടോ? അതായത് തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂരാച്ചുണ്ട് തോണിക്കടവ് ഹാർട്ട് ഐലൻഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് രാത്രി 9:15 തീപിടുത്തമുണ്ടായത്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. ഇത് 7 ഏക്കറോളം വരുന്ന ഒരു പ്രദേശമാണ്. ഇതിന് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം കൂടിയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കൂരാച്ചുണ്ട് ഇറങ്ങിയ കാട്ടുപോത്തിനെ കയറ്റിവിട്ടത് ഈ മേഖലയിലേക്കായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടുത്തെ മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതെപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് തീ? 9 മണിയായപ്പോഴേക്കാണ് ഇവിടെ ആൾക്കാർ പറയാൻ തുടങ്ങിയത് ഇവിടെ തീ എത്തുന്നുണ്ടെന്നുള്ള പറഞ്ഞത്. ഇതിപ്പോൾ എന്നു വെച്ചാൽ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷക ജനതയെ വളരെയധികം വേദനിപ്പിക്കുന്നൊരു സംഭവമാണ്. കാരണം ഈ ഏരിയയിൽ പന്നി, കുരങ്ങിൻ്റെ ശല്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആനശല്യമായിട്ട് ഒരു മാസത്തോളമായിട്ട് കർഷകൻ്റെ സ്ഥലത്തെല്ലാം ആനശല്യം, ഫോറസ്റ്റിൽ നിന്ന് വന്നിട്ട് ആനശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത പാവപ്പെട്ട കർഷകർ, 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കറുള്ള കർഷകർക്ക്, സ്വന്തം വെട്ടി ടാപ്പിംഗ് നടത്തി ജീവിക്കുന്ന കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇറങ്ങിയ കാട്ടുപോത്ത് ഈ മേഖലയിലേക്കാണ് പോയതെന്ന് പറയപ്പെടുന്നു. അത് ഈ ഐലൻഡിലേക്കായിരുന്നു. ഇന്നലെ കാട്ടുപോത്തിനെ ഓടിച്ച് കയറ്റിയത് ഈ ഐലൻഡിലേക്കാണ്. ഇന്നലെ കയറ്റി ഉച്ചയോടെ കയറ്റിയത് ഈ ഐലൻഡിലേക്കാണ്. അതിൻ്റെ ഒരു പ്രതിഷേധമായിരിക്കാം, ആരെങ്കിലും ചെയ്ത പ്രതിഷേധമായിരിക്കാം ഇത് കത്തിച്ചതെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇപ്പോൾ ഒരു അപകടാവസ്ഥ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? കാരണം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പ്രദേശമാണല്ലേ ഇത്? താമസമൊന്നുമില്ല. ഐലൻഡിൽ മരങ്ങൾ മാത്രം, അക്കേഷ്യക്കാടാണ്. അക്കേഷ്യക്കാട് മാത്രമേ നശിക്കാനുള്ളൂ. ഇപ്പോൾ പേരാമ്പ്ര ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് ഈ രാത്രിയാണ് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയില്ല എന്നാണ് പേരാമ്പ്ര ഫയർഫോഴ്സ് ഇവിടെ എത്തി പരിശോധിച്ചതിന് ശേഷം പറയുന്നത്. കാരണം ചുറ്റും വെള്ളത്താൽ മൂടപ്പെട്ട പ്രദേശമാണ്. പക്ഷേ തീ കാര്യമായി തന്നെ കാണുന്നുമുണ്ട്. ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നില്ല. അതേസമയം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ കാട്ടുപോത്തിനെ ഓടിച്ചു വിട്ടത് ഈ പ്രദേശത്തേക്കാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും തീയിട്ടതാണോ എന്ന സംശയമാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല താനും.